നമ്മളൊരു പ്രൈവറ്റ് ബീച്ചിൽ കയറാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കാണ്. ആൾക്കാരെല്ലാം അവിടെ ബാക്കിലൊക്കെ വെയിലുള്ളതാണ്. ഓ ഭയങ്കര തണുപ്പാ വെള്ളത്തിന്. ഞങ്ങളിതാ ബീച്ചിൽ കിടക്കിടക്ക. ഞങ്ങൾക്ക് നീന്താൻ അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ബീച്ചിൽ ഇരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ദോഹയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെസ്റ്റ് ബേ ബീച്ചിൻ്റെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്നതാണ് വെസ്റ്റ് ബേ ബീച്ച്. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പം നേരെ നമ്മൾ താഴോട്ട് പോയാൽ മതി. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ അതെ. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രൈവറ്റ് ബീച്ചിൽ കയറാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറയാം. ഈ എന്നാ കിടിലം വ്യൂ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്. നമ്മൾ ഈ ഹോട്ടലിൽ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രീ എക്സസ് ആണ്. അതുപോലെ തന്നെ ഇതിന് ചാർജ് ഉണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയാണ്. ബീച്ചിലേക്ക് വേണ്ട ടവലും കാര്യങ്ങളും എല്ലാം നമുക്ക് ഹോട്ടലിൽ നിന്ന് തരും. നമ്മളിതാ വെസ്റ്റ് ബേ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ രാവിലെ വന്നേക്കാണ്. സമയം ഏകദേശം ഒരു 8 മണിയായി കാണും. ആളില്ലായിരുന്നു. ഇപ്പൊ നല്ല തിരക്കായി വരുന്നുണ്ട്. ആൾക്കാരെല്ലാം അവിടെ ബാക്കിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് വെയിലുള്ളതാണ്. ഓ ഭയങ്കര തണുപ്പാ വെള്ളത്തിന്. ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. ബാക്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ തിരമാലകളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് ബീച്ചിൽ കയറുന്നത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചുമ്മാ അതുവഴിയൊക്കെ നടക്കുകയാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ ഒത്തിരി ആൾക്കാരും ബഹളമൊക്കെ അല്ലേ. ഇത് നമ്മൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ആ ബീച്ചിൽ കൂടെ എല്ലാം നടക്കുക. ഞങ്ങൾ കുറേ ഈ പേരുകളൊക്കെ എഴുതി. സാധാരണ നമ്മൾ കടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ എഴുതത്തില്ലേ, കടലമ്മ കള്ളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ സംഭവമൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെ വൈബ്, നമ്മൾ ബീച്ചിൽ പോയി തിരക്കായി. ഇവിടെ നമ്മുടെ ആൾക്കാർ ആരുമില്ല, എല്ലാം ഫോറിനേഴ്സ് മാത്രമില്ല. നമ്മളൊരു ഫോറിനറാണ്. ഞങ്ങളിതാ ബീച്ചിൽ കിടക്കിടക്ക. ഞങ്ങൾക്ക് നീന്താൻ അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ബീച്ചിൽ ഇരിക്കുകയാണ്. ഭയങ്കര തണുത്ത വെള്ളം. ബീച്ചിൽ ഇരിക്കുകയാണ്.
ഈ കാണുന്നതാണ് പേൾ ഐലൻഡ്. പേൾ ഐലൻഡിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ഖത്തർ ട്രാവൽ സീരീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഖത്തറിലെ എല്ലാ വീഡിയോസും അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. ശരിക്കും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മനസ്സമാധാനത്തോടെ നമുക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം. ഇന്നലെ വൈകുന്നേരം ആയിരുന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഫാമിലി ആയിട്ടുള്ളവരും എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഈ ബീച്ചിന്റെ വ്യൂ ഞങ്ങൾ കാണുകയും ചെയ്തു. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അല്ലെ, ഭയങ്കര വ്യൂ ആയിരുന്നു. ഈ സീ വ്യൂ കണ്ടാണ് ഞങ്ങൾ ഈ ഹോട്ടൽ എടുത്തത് അല്ലേ. അപ്പം നമ്മൾ കിട്ടിയ ഗ്യാപ്പിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെന്ന് അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ സൂക്ഷിച്ച് കണ്ടുനോക്കിയാണ്. കാര്യം അതുവഴി ഇതുവഴിയൊക്കെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീച്ചിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഭംഗി കാണാൻ പറ്റില്ലേ. ബാക്കിലോട്ട് നോക്കിക്കേ, ഫുൾ ബിൽഡിങ്ങുകൾ. ഇതിൻ്റെ ഇടയിൽ രന്തീശ്വരൻ്റെ മക്കളും അവിടെ ഇരുന്നിട്ട് കോട്ട ഉണ്ടാക്കുകയാണ്. ഖത്തറിൻ്റെ കോട്ട അവർ നിർമ്മിക്കുകയാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടവർ കോട്ടയൊക്കെ ഉണ്ടാക്കിയതാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊളിഞ്ഞുപോയി. നോക്കിയാ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ടോ. ഇതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ്. ശ്രീഹാനെ അവർ രണ്ടുപേരും കൂടിയിട്ട് വെള്ളത്തിയിട്ട് മുക്കുകയാണ്. നമ്മൾ വെള്ളത്തിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ സൺഷെയ്ഡൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തു. എല്ലാവരും വന്നിട്ട് സൺബാത്ത് ചെയ്യുകയാണ്. ഡ്രസ്സ് ഇട്ടേക്കുന്ന ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പകുതി വീഡിയോസ് ഞാൻ കട്ട് ചെയ്തു. കാര്യം അവർക്ക് വീഡിയോ എടുക്കുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പം ഞങ്ങളിതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങണം. ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒത്തിരി പരിപാടികളുണ്ട്. നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മുടെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ എന്തോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. നല്ലൊരു കാഴ്ചയാണ്. നോക്കി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ബീച്ചിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഖത്തറിൽ വന്ന ദിവസം നമ്മൾ ഇതുവഴി എല്ലാം രാത്രിയിൽ നടന്നാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും കണ്ടോ, ആ ഒരു കടൽ ഇങ്ങനെ കിടക്കുകയാണ്. കടലിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മുടെ ഹോട്ടലിൻ്റെ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ബീച്ചിൻ്റെ വ്യൂവും ഈ സൈഡ് മൊത്തം നമുക്ക് ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളുമാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ റൂമിൽ നിന്ന് നമുക്ക് 2 വ്യൂ ആണ് കിട്ടിയിരുന്നത്. ബീച്ചിൻ്റെ വ്യൂവും കിട്ടും, ഇതുപോലെ ഈ സൈഡ് മൊത്തം ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആണ് നമ്മുടെ റൂം. അപ്പോൾ റൂമിനകത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.